എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ പെട്രോയുടെയും ടമുഗോയുടെയും ഫൈറ്റ് കാണിക്കുകയാണ്. ഫൈറ്റിനൊടുവിൽ പെട്രോ ഒരു കൂട്ടം ബോംബുകൾ ടമുഗോയ്ക്കും ആ വില്ലന്മാർക്ക് നേരെ വലിച്ചെറിയും. ബോംബാണെങ്കിൽ വലിയ ഒച്ചത്തിൽ പൊട്ടിത്തെറിക്കും. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ബോംബുകളുടെ ഇടയിൽപ്പെട്ട് കുറെ പേർക്ക് ജീവൻ നഷ്ടപ്പെടും, കുറെ പേർക്ക് പരിക്ക് പറ്റും. പക്ഷെ ടമുഗോ അവനാണെങ്കിൽ റീജനറേറ്റ് ആയി മാറി ഒരു ബേർഡായി അവിടുന്ന് പറന്ന് രക്ഷപ്പെടുകയാണ്. അതിനുശേഷം ആ ബോംബെല്ലാം മുഴുവനായിട്ടും പൊട്ടിത്തീർന്നതിന് ബോംബെല്ലാം പൂർണ്ണമായിട്ട് പൊട്ടിത്തീർന്നതിന് ശേഷം അവൻ തിരികെ എത്തും. അവിടെയുള്ളവരെല്ലാവരും വേദന കൊണ്ട് നിലവിളിക്കുകയാണ്. ഉടനെ അവന്റെ കുറച്ച് അസിസ്റ്റൻസിനെ വിളിച്ച് അവരെല്ലാവരെയും അവിടുന്ന് മാറ്റാനായിട്ട് തുടങ്ങും. ഇത്രയും വേഗം പരുക്ക് പറ്റിയവർക്കെല്ലാം തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ തുടങ്ങും. ടമുഗോയുടെ ബോഡിയിൽ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. പെട്രോ അവൻ എവിടെ പോയെന്ന് അറിയാനായിട്ട് അവിടെ ചുറ്റും അരിച്ചു പെറുക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് പെട്രോയെ കാണിക്കും. പെട്രോയുടെ ബോഡിയിൽ ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. അവൻ ചുറ്റും നോക്കും. അവനിപ്പോൾ ഉള്ളത് മിറേഴ്സുകളുടെ എല്ലാം ഇടയിലാണ്. അതായത് നമ്മുടെ ചോപ്പർ കറക്റ്റ് സമയത്ത് ആ മിറർ തകർത്ത് നമ്മുടെ പെട്രോയെ മിറർ ഡയമെൻഷനിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ അവന് യാതൊരു ആപത്തും സംഭവിച്ചിട്ടില്ല. ചോപ്പറാണെങ്കിൽ ടെൻഷനായിട്ട്, പെട്രോ നീ എന്തായി ചെയ്തേ? ഒരല്പം കൂടെ ഞങ്ങൾ വൈകിയിരുന്നെങ്കിൽ നിന്റെ കഥ കഴിഞ്ഞേനെ. അതിന് പെട്രോ പറയും, സത്യത്തിൽ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ആ കണ്ണാടിയിൽ നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. എന്താ നടക്കണമെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നപ്പോഴാണ് നിങ്ങൾ എന്നെ ഈ മിറർ ഡയമെൻഷനിലേക്ക് വലിച്ചിട്ടത്. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും അതുകൊണ്ട് തന്നെ എനിക്കൊന്നും സംഭവിച്ചില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഡയമെൻഷനിലേക്ക് വരുന്നത്. എനിക്ക് ഈ ഡയമെൻഷൻ കാണാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷം. ചോപ്പറിന് ഇപ്പോഴത്തെ ഏക പ്രതീക്ഷ ബ്രൂലെ ഉപയോഗിച്ച് ഈ മിറർ ഡയമെൻഷനിലൂടെ നമ്മുടെ ആൾക്കാരെ എല്ലാവരും സേവ് ചെയ്യാൻ പറ്റും എന്നതാണ്. പെട്രോ ആണെങ്കിൽ ചോപ്പറിനോട് പറയും, നാമിയും ലൂഫിയും അവർ രണ്ടുപേരും വലിയ അപകടത്തിലാണ്. എത്രയും വേഗം അവരെ കണ്ടെത്തണം. ബ്രൂക്ക് അവൻ ആ പോണോഗ്ലിഫിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് അകത്തേക്ക് പോയിരുന്നു. പക്ഷെ അവൻ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ചോപ്പർ ആണെങ്കിൽ ഫുൾ കോൺഫിഡൻസിൽ അങ്ങനെ അവനോട് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കെല്ലാവരെയും ഈ ഡയമെൻഷനിൽ തന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ഓരോരുത്തരെ അന്വേഷിച്ച് മുൻപോട്ടേക്ക് പോകും. ചോപ്പർ ആണെങ്കിൽ ക്യാരറ്റിനോട് നമ്മുടെ ആൾക്കാരുടെ ഫോട്ടോ വരയ്ക്കാൻ പറയും. അവളാണെങ്കിൽ വളരെ വിയേർഡായിട്ടാണ് കഷ്ടപ്പെട്ട് ഫോട്ടോ വരയ്ക്കുക. പക്ഷെ ആ മിറേഴ്സ് അവറ്റകൾ നന്നായിട്ട് നമ്മുടെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യും. അതിലൊരു മിറർ പറയും, നാമിയും ലൂഫിയും അവർ രണ്ടുപേരും ആ ബുക്ക് സെല്ലിൽ നിന്ന് രക്ഷപ്പെട്ടു. അവരെ രക്ഷിച്ചത് ചിമ്പയാണ്. അത് കേട്ട് ചോപ്പറിനാണെങ്കിൽ ഡബിൾ ഷോക്ക്. കട്ട് ചെയ്ത ഇവിടെ ലൂഫി അവനാണെങ്കിൽ ആ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് സ്റ്റെയർ വഴി കയറിക്കൊണ്ടിരിക്കുകയാണ്. സാഞ്ചിയെ കണ്ടെത്തി കുട്ടിങ്ങനെ ഇടിച്ച് താഴെയിട്ട് അവനെ രക്ഷിച്ചു കൊണ്ടുവരണം. അത് മാത്രമാണ് ലൂഫിയുടെ മനസ്സിലെ ഏക ചിന്ത. ലൂഫി ആണെങ്കിൽ മുൻപിൽ കാണുന്നവരെയും അവന്റെ കയ്യിൽ കിട്ടുന്നവരെ എല്ലാവരെയും ഇടിച്ച് പഞ്ചറാക്കും. അപ്പോഴായിരിക്കും നമ്മൾ മുൻപ് കണ്ട ആ ഒരു ജയന്റ് ഇവനെ പോലെ തന്നെ ഇരിക്കുന്ന വേറൊരുത്തിന് അവിടേക്ക് വരിക. ഇവൻ ആക്ച്വലി അവന്റെ ബ്രദറാണ്. അവൻ ദേഷ്യപ്പെട്ട് പറയും, നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ബ്രദറിന്റെ മേലെ കൈവെക്കും? നീ ഇപ്പോ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യും. ഞാൻ എൻ്റെ ബ്രദറിനെ പോലെ വെറും പവർഫുൾ മാത്രമല്ല, എനിക്ക് മറ്റു പല എബിലിറ്റി ഉണ്ടെന്ന് പറയും. ലൂഫി ആണെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് പോയി അവൻ ആഞ്ഞടിക്കും. പക്ഷെ അവനാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ലൂഫിയുടെ പഞ്ചിൽ നിന്ന് തെന്നി മാറുകയാണ്. ലൂഫിക്ക് പിടികിട്ടും ഇവന്റെ വേഗത അത് വളരെ കൂടുതലാണ്. അവൻ പറഞ്ഞതുപോലെ തന്നെ അവന്റെ ബ്രദറിൽ നിന്നും ഒരുപാട് വ്യത്യാസം അവനുണ്ട്. ലൂഫിക്ക് വേറെ വഴിയില്ലാതെ അവന്റെ സെക്കൻഡ് ഗിയർ പവറിൽ ഈ പവർ കൂടെ ആഡ് ചെയ്ത് അച്ചറം പൊച്ചറം അവനെ ആഞ്ഞെട്ടിക്കും. ലൂഫി ഇടിക്കുന്ന അതേ ഫോഴ്സിൽ തന്നെ അവൻ തിരികെ ഇടിക്കുകയാണ്. ഒരുപാട് നേരം ഇടിച്ച അവശനായ ലൂഫിയെ അവൻ ഈസിയായി പിടിച്ചു വലിച്ച് അവന്റെ ജയന്റ് കൈക്കുള്ളിൽ അങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കും. ലൂഫി ആണെങ്കിൽ പല്ല് കടിച്ച് ആ വില്ലനോട് പറയും, എനിക്ക് എന്റെ സാഞ്ചിയെ വേണം, അവനെ എനിക്ക് കണ്ടെത്തണം. അതിനാ വില്ലനാണെങ്കിൽ ലൂഫിയെ നോക്കി കളിയാക്കും. നിങ്ങൾ അവനോട് കാണിക്കുന്ന സ്നേഹമൊന്നും അവന് നിങ്ങളോടില്ലല്ലോ. അവൻ ഓൾറെഡി നിങ്ങളെ വിട്ടു പോയവനല്ലേ. അവനെ പോലെ ഒരു വൃത്തികെട്ടവനെ ചതിയനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ലൂഫിയെ വീണ്ടും വീണ്ടും ഞെരുക്കും. അത് കേൾക്കേണ്ട താമസം കണ്ടോട് പോയ ലൂഫി അവന്റെ ജയന്റ് കൈ അത് പതിയെ പതിയെ തള്ളി മാറ്റി ഒരൊറ്റ ഇടി. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ സാഞ്ചിയെ കുറിച്ച് ബാഡായിട്ട് സംസാരിക്കും. അതിനുശേഷം ചാടി കറങ്ങി വന്ന് അവന്റെ ഫുൾ പവറിൽ വില്ലന്റെ മുഖത്ത് ആഞ്ഞൊരിടി. ആ ഒരു ഇടിയിൽ ഫ്യൂസ് പോയ വില്ലൻ കറങ്ങി അട്ടിച്ച് താഴെ വീഴും. പിന്നെ അവന് അനക്കമില്ല. ലൂഫി ആണെങ്കിൽ സാഞ്ചിയെ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഉഷാറായിട്ട് ചാടി ഓടും. അവന്റെ തൊട്ടു പിന്നാലെ ബാക്കിയുള്ള വില്ലന്മാരും ഓടുകയാണ്. ലൂഫി ആണെങ്കിൽ നിർത്താതെ സാഞ്ചിയുടെ പേര് അത് വിളിച്ചുകൊണ്ടേ ഓടിക്കൊണ്ടേയിരിക്കും. ലൂഫി ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അതേസമയം നമ്മുടെ സാഞ്ചി ആണെങ്കിൽ തേർഡ് ഫ്ലോറിലും. അവന്റെ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെ വീണ്ടും വീണ്ടും ആലോചിച്ച് അങ്ങനെ മൂഖമായിട്ട് നടന്നു നീങ്ങും. ഈ വിൻസ്മോക്ക് ഫാമിലിയിലുള്ള എല്ലാവരും വളരെ ബാഡായിട്ടുള്ള ആൾക്കാരാണ്.
ആർക്കും അവരെ തിരുത്താനായിട്ട് കഴിയില്ല. അവർക്ക് എത്രയൊക്കെ നന്മ ചെയ്തു കൊടുത്താലും അതവർക്ക് മനസ്സിലാക്കാനും കഴിയില്ല. കാരണം അവരെല്ലാവരും ഇമോഷൻസ് ഇല്ലാത്ത ആൾക്കാരാണ്. നീ ജീവിക്കേണ്ടത് നിന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. നിനക്കിപ്പോ നല്ലൊരു ടീമുണ്ട്. നീ അവരോടൊപ്പം ഇത്രയും കാലവും എത്ര ഹാപ്പി ആയിട്ട് കഴിഞ്ഞോ അതുപോലെ തന്നെ ഇനിയും മുൻപോട്ടേക്ക് ജീവിക്കണം എന്നാണ് റേച്ചു അവനോട് പറഞ്ഞത്. അവൻ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഒരു ഭാഗത്ത് പോയിട്ടിരിക്കും. സാഞ്ചിയുടെ ബ്രെയിനിലാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസും ക്വസ്റ്റ്യൻസും അങ്ങനെ കൂടി വരും. സാഞ്ചി ആണെങ്കിൽ അല്പസമയം ലൂഫി ആൻഡ് ടീമുമായിട്ട് സ്പെൻഡ് ചെയ്ത ഹാപ്പി ടൈംസ് ആലോചിക്കും. അതേസമയം ജിംബയും നാമിയും അവർ രണ്ടുപേരും ഇപ്പൊ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെയാണെങ്കിൽ ലൂഫിയെ കാണാനില്ല. നാമിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. ഇനി ഒരുപക്ഷെ ലൂഫി അവൻ സാഞ്ചിയെ കണ്ടിട്ടുണ്ടാവോ? ജിംബയാണെങ്കിൽ തീർത്തു പറയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ലൂഫിക്കും സാഞ്ചിക്കും ഒന്നും സംഭവിക്കില്ല, അവർ സേഫ് ആയിട്ട് എങ്ങനെയെങ്കിലും പുറത്തേക്ക് വന്നോളും, നമുക്ക് അധിക നേരം ഈ കാസ്റ്റിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജിംബയാണെങ്കിൽ ആ കാസ്റ്റിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കും. അവരുടെ മുമ്പിൽ വന്നു പെടുന്ന എല്ലാ വില്ലന്മാരെയും അടിച്ചു ചുരുട്ടി ദൂരേക്ക് എറിഞ്ഞ് അവര് മുൻപോട്ടേക്ക് പോകും. അപ്പോഴാണെങ്കിൽ അവരുടെ തൊട്ട് മുൻപിലേക്ക് ഒരു പറ്റം വില്ലന്മാർ ഓടി വരികയാണ്. അവരാണെങ്കിൽ നിർത്താതെ നമ്മുടെ ആൾക്കാരെ ഷൂട്ട് ചെയ്യും. കൺട്രോൾ പോയ നാമി അവളാണെങ്കിൽ വലിയൊരു ക്ലൗഡ് തന്നെ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഷോക്ക് പവർ കൊടുക്കുമ്പോഴായിരിക്കും നമ്മുടെ ചോപ്പർ നാമിയെ കണ്ട് മിറർ ഡയമെൻഷനിലൂടെ പുറത്തേക്ക് വരിക. അവൾ അതിലേക്ക് ഷോക്ക് കൊടുക്കേണ്ട താമസം നമ്മുടെ ചോപ്പറും അതിൽ പെട്ട് കത്തിക്കരിഞ്ഞ് താഴെ വീഴും. നാമിയാണെങ്കിൽ ചോപ്പറിനെ കണ്ട് ഷോക്കാവും. ഓ ചോപ്പർ നിന്റെ കാറ്റ് പോയെന്ന് ചോദിച്ച് അവൾ ചോപ്പറിന്റെ അടുത്തേക്ക് വരും. അപ്പൊ അവളുടെ തൊട്ടടുത്തായി ഒരു മിററിലൂടെ ഇപ്പൊ ക്യാരറ്റ് നാമിയെ വിളിക്കും. പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാനായിട്ട് വന്നതാണ്. കാസ്റ്റിൽ നിന്ന വലിയ അപകടമാണ്. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ മിററിലൂടെ ഞങ്ങൾ നിൽക്കുന്ന ഈ മിറർ ഡയമെൻഷനിലേക്ക് വരണമെന്ന് ക്യാരറ്റ് പറയും. അതിന് നാമി ഓക്കെ പറഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ മിറർ ഡയമെൻഷനിലേക്ക് പോവും. കട്ട് ചെയ്ത ഇവിടെ ലൂഫി അവൻ നിർത്താതെ സാഞ്ചിയുടെ പേര് വിളിച്ചുകൊണ്ടേ മുൻപോട്ടേക്ക് പോകുമ്പോഴായിരിക്കും ഏതോ ഒരാൾ ഒരു ഡോർ തുറന്ന് ലൂഫിയെ പിടിച്ചു വലിച്ച് ആ റൂമിനകത്തേക്ക് കൊണ്ടുപോവുക. അവന്റെ തൊട്ടു പിന്നാലെ വന്ന വില്ലന്മാരാണെങ്കിൽ ചുറ്റും നോക്കും. അത്രയും നേരവും അവരുടെ കൺമുൻപിൽ ഉണ്ടായിരുന്ന ലൂഫിയെ ഇപ്പൊ കാണാനില്ല. ഇവിടെ ലൂഫി ആണെങ്കിൽ ടെൻഷനായിട്ട് ആ റൂമിന് ചുറ്റും നോക്കും. അവനെ പിടിച്ചു വലിച്ചത് മറ്റാരുമല്ല, സാക്ഷാൽ സാഞ്ചിയുടെ സിസ്റ്റർ റേച്ചു. ലൂഫി ആണെങ്കിൽ ഷോക്കായിട്ട് നീ സാഞ്ചിയുടെ സിസ്റ്റർ റേച്ചു അല്ലേ? എനിക്ക് അത്യാവശ്യമായിട്ട് സാഞ്ചിയെ കണ്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആ പുട്ടിങ് അവളും അവളുടെ അമ്മയെ പോലെ തന്നെ ഒരു വില്ലത്തിയാണ്. സാഞ്ചിയെ കൊല്ലാനാണ് പദ്ധതി ഇടുന്നത്. എനിക്ക് അതിനു മുൻപ് അവനെ രക്ഷിക്കണം. അതിന് റേച്ചു പറയും അവനും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. അവനിപ്പോൾ നിങ്ങളുടെ വാല്യൂ ശരിക്കും തിരിച്ചറിയുന്നുണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല, അവൻ എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരികെ വരും. അത് കേട്ട് ലൂഫിക്കാണെങ്കിൽ സന്തോഷം. പക്ഷേ ലൂഫിക്കാണെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അവന്റെ വിശപ്പിന്റെ വിളി അത് റേച്ചുവിനും നന്നായിട്ട് മനസ്സിലാവും. ലൂഫി ആണെങ്കിൽ റേച്ചുവിനോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്, ഇത്രയും വലിയൊരു ഇൻഫർമേഷൻ അതെനിക്ക് പാസ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി സാഞ്ചി അവൻ തനിയെ എൻ്റെ അടുത്തേക്ക് എത്തിക്കോളൂന്ന് പറഞ്ഞ് ജനല് തകർത്ത് അവൻ താഴേക്ക് എടുത്തു ചാടും. ഇവിടെ സാഞ്ചിക്കാണെങ്കിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താനായിട്ട് കഴിയുന്നില്ല. കാരണം എന്തെങ്കിലും അവൻ എടുത്തു ചാടി ചെയ്ത അവൻ്റെ മാസ്റ്റർ ഷെഫിന് സാഞ്ചിയുടെ പപ്പയിലൂടെയും ബ്രദേഴ്സിലൂടെയും എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടി അവനുണ്ട്. കട്ട് ചെയ്ത ഇവിടെ ലൂഫി അവനാണെങ്കിൽ എടുത്തു ചാടി ഒരു വീടിന്റെ മുകളിലേക്ക് വന്ന് വീഴുകയാണ്. വീട്ടുകാരാണെങ്കിൽ ലൂഫിയെ കണ്ട് പേടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. ലൂഫിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം സാഞ്ചിയായിട്ട് ഫൈറ്റ് ചെയ്ത ആ സ്ഥലമാണ്. സാഞ്ചിക്ക് വേണ്ടി ലൂഫി അവിടെ കാത്തു നിൽക്കുമെന്നാണ് അവന് കൊടുത്ത വാക്ക്. സോ ആ ഒരു സ്ഥലം ലക്ഷ്യമാക്കി ലൂഫി പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.